ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയിട്ടുള്ള സിഗ്നൽ 100 എന്ന ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്തടുത്ത നിമിഷം വ്യത്യസ്ത രീതിയിൽ മരണപ്പെടുന്നു. ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഈ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വേഗം കഥയുടെ ഉള്ളിലേക്ക് ചാടണം. അപ്പം ഇനി ഒന്നും നോക്കണ്ട, ചാടിക്കോ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ജപ്പാനിലുള്ള ഒരു ഹൈസ്കൂളാണ് കാണിക്കുന്നത്. ഇന്നേ ദിവസം ഈ സ്കൂളിലെ മറ്റ് സ്റ്റാഫുകൾ ആരെയും കാണാനില്ല. കുറച്ച് ദിവസത്തിനുള്ളിൽ ആനുവൽ ഡേ വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റു ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ലീവാണ്. ഇപ്പോൾ ഈ ക്യാമ്പസിൽ ഒരേ ഒരു ബാച്ച് മാത്രമാണുള്ളത്. ഈ ബാച്ചിൽ ഏകദേശം 20 സ്റ്റുഡൻസ് ഉണ്ട്. ക്ലാസ് സ്റ്റാർട്ടായി. സാറ് ജെറ്റ് പായുന്ന വേഗത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. പിള്ളേർ അതിനും വേഗതയിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ട് ടെൻഷനായ സാർ, എൻ്റെ പേര് ഷിഡോ, ഞാൻ പുതുതായി ജോയിൻ ചെയ്തതാണ്. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളും ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ പാടില്ല. ക്ലാസ് കട്ട് ചെയ്ത് പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്നത്, എപ്പോഴും ലേറ്റായിട്ട് ക്ലാസ്സിൽ വരുന്നത്, ഇതുപോലുള്ള നിറയെ കാര്യങ്ങൾ ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള മോശമായ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കേട്ടിട്ടും പിള്ളേർക്ക് യാതൊരു കുലുക്കവുമില്ല. ഓൾഡ് ശങ്കരൻ തെങ്ങുമ തന്നെ. അങ്ങനെ സാർ വീണ്ടും ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതേ ടൈമിൽ ഈ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് കയറി വരും. ഇവരുടെ ഒരു പ്രവൃത്തിയും സാറിന് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ലേറ്റായിട്ട് വന്ന പെണ്ണിൻ്റെ കയ്യിൽ CD കൊടുത്ത് എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ കൈവയ്ക്കും. ഇതേ സമയം അവളുടെ കണ്ണിൽ വൈറ്റ് കളർ ഫ്ലാഷ് ആകും. ഇന്നേരം അവളുടെ മനസ്സ് അവളുടെ കൺട്രോളിലല്ലാതെ ഏതോ ഒരു സാധനത്തിൽ നോക്കി നിൽക്കും. ഏകദേശം ഹിപ്നോട്ടിസത്തിന് വിധേയമായതുപോലെ അങ്ങനെ നിൽക്കും. സാറ് പറഞ്ഞ പോലെ എല്ലാ കുട്ടികളെയും കോൺഫറൻസ് ഹാളിലേക്ക് കൊണ്ടുവന്ന് വീഡിയോ പ്ലേ ചെയ്യും. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും, അതായത് വീഡിയോ പ്ലേ ചെയ്ത ആ പെൺകുട്ടി അടക്കം എല്ലാവരും കൺമിഴിച്ചിമ്മാതെ അതിലേക്ക് നോക്കിയിരിക്കും. ഇന്നേ വരെ ഇതുപോലൊന്ന് അവർ കണ്ടിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ വീഡിയോ പ്ലേ ചെയ്ത പെൺകുട്ടി പെട്ടെന്ന് അവൾക്ക് എന്തു തോന്നിയെന്നറിയില്ല, ഭയങ്കരമായിട്ട് കരഞ്ഞ് ടക്കെന്ന് താഴേക്ക് ചാടി മരിക്കും. ഇതെല്ലാം കണ്ട് പിള്ളേർക്ക് ആകെ ഷോക്കാകും. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ച് ഈ ക്ലാസ്സിലെ ഒരു പയ്യൻ കള്ളത്തരത്തിൽ കൊണ്ടുവന്ന ഫോൺ എടുത്ത് വിളിക്കും. കോൾ പോകുന്നതിന് തൊട്ട് മുൻപ് അവൻ അവൻ്റെ ഫോൺ പിടിച്ച കൈ കട്ടിച്ച് മുറിച്ച് രക്തം വാർന്നു മരിക്കും. ഇതെല്ലാം കണ്ട് പിള്ളേർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ പരിഭ്രാന്തരാകും. അതേസമയം എന്തോ ഒന്ന് ട്രിഗറായി കുറേ പേര് ചട്ടപ്പടാന്ന് അവിടുന്ന് എടുത്ത് താഴേക്ക് ചാടി മരിക്കും. ഈ നടുക്കുന്ന കാഴ്ച കണ്ട് പിള്ളേർ സ്റ്റക്കായിട്ട് നിൽക്കുക. ഇന്നേരം അവിടേക്ക് സാറെത്തി. നിങ്ങളെ ചുറ്റി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സാറില്ല, മക്കൾക്ക് ഒരേ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു തരാം. കുറച്ചു മുൻപ് മരിച്ചുപോയ നിങ്ങളുടെ ഫ്രണ്ടിനെ പോലെ നിങ്ങളും മരിക്കാതിരിക്കാൻ ഈ ക്യാമ്പസിൽ 100 റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ആ റൂൾസ് എന്താണ് എന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയും വേണം. അത് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഒളിപ്പിച്ച് വെച്ച ഫോൺ എടുത്ത് അവളുടെ വീട്ടിലേക്ക് വിളിച്ച് പറയാൻ നോക്കും. ക്യാമ്പസിലുള്ള 100 റൂൾസിൽ ഒരു റൂളാണ് ആ പെണ്ണെ ഇപ്പോൾ തെറ്റിച്ചത്. അതായത് ആരും അറിയാതെ ഫോൺ ഒളിപ്പിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ അവൾ സ്വയം അവളുടെ നാവ് കട്ടിച്ചു മുറിച്ചു മരിക്കും. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഹീറോയിൻ ഇതെല്ലാം കണ്ട് തരിച്ചു നിൽക്കുക. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ കുട്ടികളെല്ലാവരും പകച്ചു നിൽക്കുക. അതേ നേരം ആകെ ടെൻഷനായി ഒരു പയ്യൻ സാറിന് നേരെ കയർക്കും. ഞാൻ ഇതുവരെയും നിങ്ങളെ ഈ ക്യാമ്പസിൽ കണ്ടിട്ടില്ല, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, നിങ്ങൾ ആരാ? ഇപ്പോൾ നീ ഈ ക്യാമ്പസിലെ 100 റൂൾസിൽ ഒന്ന് തെറ്റിച്ചിരിക്കുക. ഒരു സാറിന് നേരെ കയർക്കെന്നുള്ളത് വലിയ തെറ്റായ കാര്യമാണ്. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ഈ സമയം ആ പയ്യൻ തലച്ചുമരിൽ പട്ടയെന്നടിച്ച് തല പൊട്ടി രക്തം വാർന്നൊഴുകി മരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും 100 റൂൾസിൽ ചില റൂൾസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത്രയും പറഞ്ഞ് അയാൾ ക്ലാസ് വിട്ട് പുറത്തു പോകാൻ നോക്കുന്ന നേരം ഒരു പയ്യൻ, സർ പ്ലീസ്, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു പക്ഷേ അതുമായി റിലേറ്റഡ് ആയ എന്തെങ്കിലും റൂൾസ് ഉണ്ടാകാം, ഉണ്ടാവാതിരിക്കാം. ഇത്രയും പറഞ്ഞ് അയാൾ പോകും. ഇതോടെ കുട്ടികൾക്ക് എല്ലാവർക്കും ക്ലാസ് വിട്ട് പുറത്തിറങ്ങാൻ പേടിയായി തുടങ്ങി. പുറമേ നിന്ന് ഒരു സഹായം ലഭിക്കാതെ കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ ഒരേ ഇരിപ്പാ. ഇപ്പോൾ ഹയാട്ടോ എന്ന പയ്യൻ ക്ലാസ്സിലിരുന്ന് മടുത്ത് ഇനിയും ക്ലാസ്സിലിരിക്കാൻ എനിക്ക് വയ്യ, മരിക്കാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ക്ലാസ് വിട്ട് പുറത്തിറങ്ങാൻ പോകും. എല്ലാവരും പേടിച്ച് അവനെ പിടിച്ച് അകത്താക്കാൻ നോക്കുമ്പോഴേക്കും അവൻ പുറത്തു കടന്നു. പക്ഷെ അവന് യാതൊരു കുഴപ്പമില്ല.
ഇത് കണ്ട് ഉടനെ എല്ലാവരും എങ്ങനെയെങ്കിലും ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ച് ക്ലാസ് വിട്ട് പുറത്തേക്കോടി. ആദ്യം ഒരു പെൺകുട്ടിയാണ് ഈ ക്യാമ്പസിന്റെ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങിയത്. ഗേറ്റ് കടന്നു പോയതും അവൾ സ്വയം അവളുടെ തല ചക്കെന്ന് തിരിച്ചു മരിക്കും. അതായത് 100 റൂളിൽ ഒരു റൂളാണ് അവളിപ്പോൾ തെറ്റിച്ചത്. ഇതിൽ നിന്നും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പിടികിട്ടും. അതായത് ക്ലാസ് വിട്ട് പുറത്തിറങ്ങാം, പക്ഷെ ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. ഇന്നേരം അതിൽ ചില പയ്യന്മാർ റോഡിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരോട് ഹെൽപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞ് ഒച്ചയും ബഹളവും ഉണ്ടാകും. പക്ഷെ ഒരു മനുഷ്യക്കുട്ടി പോലും ആ വഴിക്ക് പോകുന്നില്ല. ഇന്നേരം അവിടെ എത്തിയ സാർ, നിങ്ങളിവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല, ഒരു മനുഷ്യക്കുട്ടി പോലും ഇതുവഴി വരില്ല. ഇനി ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് പാരൻസിനെ വിളിക്കാമെന്ന് വിചാരിച്ചാൽ, ഓൾറെഡി അവരോട് ആനുവൽ ഡേ ആയതുകൊണ്ട് കുട്ടികളെല്ലാവരും ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സേഫായിട്ട്. ഞാനെല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇന്നേരം ഒരു പെൺകുട്ടി ഡൗട്ട് കേൾക്കും, സർ, ഞങ്ങൾ ഈ 100 റൂൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അവൾ ഒരു റൂളും ബ്രേക്ക് ചെയ്യാതെ ക്വസ്റ്റ്യൻ കേട്ടതുകൊണ്ട് വീണ്ടും അയാൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വിളിച്ചു വരുത്തി. ഇതിൽ ആരെല്ലാം ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം ഈ റൂൾസ് ഫോളോ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഗെയിമിൻ്റെ അവസാനം ഒരേ ഒരാൾക്ക് മാത്രമേ ഇവിടെ വിട്ട് പുറത്തു പോകാൻ സാധിക്കുള്ളൂ. എല്ലാ റൂൾസും ഈ ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കഴിവനുസരിച്ച് കണ്ടുപിടിച്ചോ. ഇത്രയും പറഞ്ഞ് അയാളും താഴേക്കെടുത്ത് ചാടി മരിക്കും. ഇപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും 3 ഗ്രൂപ്പായിട്ട് പിരിഞ്ഞു. 1 നമ്മുടെ ഹീറോയിൻ്റെ ടീം, 2 ഹയോട്ടൻ്റെ ടീം, 3 എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരു അന്തവും കുന്തവും അറിയാത്ത ടീം. അങ്ങനെ 3 ടീമായിട്ട് 100 റൂൾസ് കണ്ടുപിടിക്കാൻ ഇവരെല്ലാവരും തയ്യാറായി. അറ്റ്ലീസ്റ്റ് ഈ റൂൾസ് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഈ സാർ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇതുവരെയും ഇവിടെ കാണാത്തൊരു സാറ്, ഇന്നേ ദിവസം മറ്റൊരു സ്റ്റാഫിനെ ഇവിടെ കാണുവാനുമില്ല. എന്തായാലും ഇത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മുടെ ഹയാട്ടോൻ്റെ ഗ്രൂപ്പ് ലൈബ്രറിയിലേക്കും ഹീറോയിൻ്റെ ഗ്രൂപ്പ് കമ്പ്യൂട്ടർ ലാബിലേക്കും എന്തിനാ ഗ്രൂപ്പ് ഫോമായെന്നറിയാത്ത ഗ്രൂപ്പ് സ്റ്റോർ റൂമിലേക്കും എന്തെങ്കിലും റൂൾസ് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാൻ പോയിരിക്കാം. ലൈബ്രറിയിലേക്ക് പോയ ഹയാട്ടോയ്ക്കും അവൻ്റെ ഗ്രൂപ്പിനും പഴയൊരു ബുക്ക് കിട്ടും. അതിൽ 1980-ൽ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക മതവിഭാഗം ആൾക്കാർ, അവരെല്ലാവരും ഒരു സൈക്കോ ടൈപ്പ് ആളുകളാണ്. അവർക്ക് ആരെയാണ് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ ആരെ കാണുമ്പോഴാണ് അവർക്ക് വെറുപ്പ് തോന്നുന്നത്, അവർക്ക് മുൻപിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആ വീഡിയോ അത് കാണുന്ന ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യും. അതായത് ഡോക്ടർ ഹിപ്നോട്ടിസം ചെയ്യുന്ന പോലെ വീഡിയോ ഉപയോഗിച്ച് ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഈ മതവിഭാഗത്തിലുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നെങ്ങാനും പറഞ്ഞാൽ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരിവരെ കൊല്ലും. ഈ ബുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയ ബുക്കാണ്. ഇതിലെ ഹയാട്ടോയ്ക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ, ബാക്കി ടീം മെമ്പേഴ്സിന് ജാപ്പനീസ് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ അത് മുതലെടുത്ത് ആ ബുക്കിലുള്ള നിറയെ വിഷയങ്ങൾ ഇവൻ ആരോടും പറയില്ല. ആ ബുക്കിൽ ഏകദേശം 60 റൂൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവൻ മനഃപൂർവ്വം ഇതിൽ 50 റൂൾസാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് 50 റൂൾസ് ബോർഡിലെഴുതും. ഹയോട്ടോ നല്ലൊരു സെൽഫിഷാണ്. അവൻ മാത്രം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ചാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ 3ാമത്തെ ടീമുകാർ സ്റ്റോർ റൂം അരിച്ച് പെറുക്കുന്നതിനിടയിൽ അവർക്ക് ആരോ കുടിച്ചു വെച്ച ഒരു ബോട്ടിൽ കിട്ടും. അതിൽ കുറച്ചും കൂടി സാധനമുണ്ട്. ഉടനെ ഇവരെല്ലാവരും അടിച്ച് ഫിറ്റായി. ഇതോടെ 100 റൂൾസിലെ ഒരു റൂള് ബ്രേക്കായി അവരെല്ലാവരും അവിടെ തന്നെ സൂയിസൈഡ് ചെയ്യും. ഇതോടെ 3ാമത്തെ ടീം എല്ലാവരും കംപ്ലീറ്റ്ലി ക്ലോസ്. ഇപ്പുറത്തെ ഹയോട്ടോ ഒരു പെണ്ണിൻ്റെ അടുത്ത് റൊമാൻറ്റിക് ആയിട്ടിരിക്കുക. ആ ഇരിപ്പിൽ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ അവനെ കിസ് ചെയ്യാൻ വരുമ്പോൾ ഒരു റൂള് ബ്രേക്കായി അവൾ സ്വയം ബ്ലേഡ് ഉപയോഗിച്ച് കുത്തിമരിക്കും. അതായത് ഹയാട്ടോനെ കിട്ടിയ ബുക്കിലെ 60 റൂളിലെ 50 റൂള് മാത്രമാണ് അവൻ ബോർഡിൽ എഴുതിയത്. ബാക്കി 10 റൂളിലെ ഒരു റൂളാണിത്. തെറ്റായ രീതിയിൽ ബോയ്സും ഗേൾസും ഇരിക്കാൻ പാടില്ല എന്നുള്ളത്. ഹയാട്ടോ മനഃപൂർവ്വമാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത്. ഈ റൂള് തെറ്റിച്ചാൽ അവൾ ആത്മഹത്യ ചെയ്യൂ എന്നറിയാൻ ഇപ്പോൾ അവനൊരു കോൺഫിഡൻസ് കിട്ടി. ബാക്കി തനിക്ക് മാത്രം അറിയാവുന്ന റൂൾസ് വെച്ച് ഇവിടെയുള്ള എല്ലാവരെയും കൊന്ന് പുറത്ത് കടക്കണം. അതാണ് അവൻ്റെ ലക്ഷ്യം. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇതാണ് മൈക്ക്, നമ്മുടെ ഹീറോ. ഇവൻ ഹീറോയിൻ്റെ ഗ്രൂപ്പിലെ മെമ്പറാണ്. ഹീറോയ്ക്ക് ഹയാട്ടോയെ ഇഷ്ടേയല്ല. അവനൊരു സെൽഫിഷാണ്. അവൻ്റെ കാര്യം നടക്കാൻ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നിൽക്കുക. അതേ നേരം അവിടേക്ക് ഒരു പെൺകുട്ടി ഓടിക്കിതച്ചു വരും. എൻ്റെ ഫ്രണ്ട്, അവൾ ഇത്രയും നേരം ഹയോട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുന്നു. ഇതെല്ലാം ഹയോട്ടൻ്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മൈക്കിൻ്റെ ടീമിൽ ഒരു പയ്യൻ ഹയോട്ടൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അവനെ കണ്ടതും ഇവനോടും. അങ്ങനെ ഓടി ഓടി ഒരു വിധന ഇവൻ അവനെ പിടിച്ചു നിർത്തി. എനിക്കറിയാം നീയാണ് എൻ്റെ ഫ്രണ്ടിനെ കൊന്നതെന്ന്.
നീ ഭയങ്കര സെൽഫിഷ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നീ എന്താണ് പറയുന്നത്? ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. ഇവൻ അവൻ്റെ മുൻപിൽ അയ്യോ പാവത്തെ പോലെ അഭിനയിക്കും. ഇപ്പം അവിടെ നിറയെ ബോട്ടിൽസ് കിടക്കുന്നുണ്ട്. ഇന്നേരം ആ പയ്യൻ, ഹയട്ടോ നീയല്ല പറഞ്ഞത് നിന്റെ ജീവനെ പറ്റി നിനക്ക് ചിന്തയില്ലാന്ന്? അങ്ങനെയാണെങ്കിൽ നീ ഇത് കുടിക്കേ. എനിക്ക് മരിക്കാൻ ഭയമില്ല, ഞാനും നീ ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുടിക്കാം. ഇവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നതിനിടയിലേക്ക് ഹീറോയിൻ വരും. നമ്മുടെ ഹയട്ടോ കുടിച്ചതും പിന്നാലെ അവനും കുടിക്കും. ഇപ്പൊ റൂൾസ് ബ്രേക്ക് ആയതിന് പിന്നാലെ ആ പയ്യൻ ചില്ല് കഷ്ണം എടുത്ത് സ്വയം വയറ്റിൽ കുത്തി മരിക്കും. പക്ഷെ നമ്മുടെ ഹയട്ടോ മരിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം വേറെ ഒന്നല്ല, അവൻ കുടിക്കുന്ന പോലെ അഭിനയിക്കാൻ മാത്രമാണ് ചെയ്തത്. ഹയട്ടോ ഈ ഗെയിമിൻ്റെ ഇടയിൽ വേറൊരു ഗെയിം കളിക്കുന്നുണ്ടെന്ന കാര്യം അവൾക്ക് മനസ്സിലാകും. അവൻ ഓൺ ദ സ്പോട്ടിൽ അവിടുന്ന് പോകും. ഈ നേരം അവിടേക്ക് ബാക്കി ടീം മെമ്പേഴ്സ് എത്തും. അവരുടെ അടുത്ത് ഹീറോയിൻ എല്ലാ കാര്യവും പറയും. എല്ലാവർക്കും ഹയട്ടോന്റെ മീതെ നല്ല കൽപ്പില്ല. അപ്പുറത്ത് ഹയട്ടോന്റെ ടീമിലെ മറ്റൊരു പെൺകുട്ടിക്ക് അവന് ലഭിച്ച പോലെ സെയിം ബുക്ക് ജാപ്പനീസിൽ എഴുതിയത് കിട്ടും. അത് കിട്ടിയ പാടെ എല്ലാവരും വിളിച്ചുകൂട്ടി അവൻ നമ്മളെ ചതിക്കായിരുന്നു. അവന് ആ ബുക്കിൽ 50 റൂൾ മാത്രമാണ് നമുക്ക് പറഞ്ഞു തന്നത്, അതിൽ 60 റൂൾസ് ഉണ്ട്. ഇതേപ്പറ്റി അവൾ പറഞ്ഞു നിൽക്കുമ്പോൾ ഈ ടീമിലെ ഒരു പയ്യൻ എനിക്ക് മാത്രം ഈ റൂൾ അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ആ ബുക്ക് തട്ടിയെടുക്കാൻ നോക്കി. ഇതോടെ അടുത്തൊരു റൂൾ ബ്രേക്കായി. ആ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഒരു സാധനം തട്ടിയെടുക്കുക. ഇതോടെ അവൻ ലൈറ്റ് കത്തുന്ന വയറെടുത്ത് വായിൽ കുത്തിയിറക്കി. ശരീരത്തിലൂടെ കറണ്ട് പാസ്സായി അവൻ മരിക്കും. വേറെ ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ബുക്ക് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ടോ? വേണോ വേണോ എന്ന് പറഞ്ഞ് അവൾ അവരെ കളിയാക്കും. എല്ലാവരും ഇതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുക. ഈ സമയം അവിടേക്ക് ഹയോട്ടോ എത്തി. ഈ പെണ്ണും ഹയോട്ടോയും തമ്മിൽ നല്ല പാർട്ട്നേഴ്സായി മാറി. ചക്കിക്കൊത്ത ചങ്കരൻ. ഇപ്പൊ 2 പേരും ചേർന്ന് എല്ലാവരെയും മിരട്ടി ഈ ക്ലാസ്സിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന പാടെ ഏതെങ്കിലും 7 പേർ ചേർന്ന് ഒരാളെ വിരൽ ചൂണ്ടി നിന്നാൽ അയാൾ മരിക്കും. അത് ഈ 100 റൂൾസിൽ ഒന്നാണ്. ഇപ്പോൾ ഹയോട്ടോയും അവൻ്റെ പാർട്ട്ണറും ഇവരുടെ തന്നെ ടീമിലെ ഒരു ചെറുക്കിനെ നോക്കി വിരൽ ചൂണ്ടും. ഒപ്പം ഇവരുടെ ടീമിലെ മറ്റംഗങ്ങളും. അവരെല്ലാവരും ഇവരെ പേടിച്ചാണ് വിരൽ ചൂണ്ടിയത്. ഇതോടെ അവൻ സ്വയം കഴുത്ത് ഞെരിച്ചു മരിക്കും. ഇതെല്ലാം കണ്ട് പാർട്ട്നേഴ്സ് 2 പേരും ഹാപ്പിയായി. ഈ നടുക്കുന്ന കാഴ്ച കണ്ട് അവരുടെ ടീമിലുണ്ടായിരുന്ന എല്ലാ ആളുകളും പേടിച്ച് ഹീറോയിൻ്റെ ഗ്രൂപ്പിലേക്ക് പോകും. ഹയോട്ടോയ്ക്ക് 60 റൂൾസ് അറിയാവുന്നത് കൊണ്ടാണ് എല്ലാവരും മിരട്ടി ഇതുപോലൊക്കെ ചെയ്യുന്നത്. അതുപോലെ ബാക്കി 40 റൂൾസ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് വെച്ച് അവനെ നമുക്കൊതുക്കാം. ഇതും പറഞ്ഞ് ഹീറോയിനും റൂൾസ് തേടി എല്ലാ ക്ലാസ്സും കയറിയിറങ്ങി. അങ്ങനെ ഓരോ ക്ലാസ് മുറിയും തപ്പി നടക്കുന്നതിനിടയിലാണ് അന്നേ ദിവസം അവിടെ വന്ന 2 സ്റ്റാഫ് ഒരു റൂള് ബ്രേക്ക് ആയതിൻ്റെ പിന്നാലെ ആത്മഹത്യ ചെയ്തത് കാണുന്നത്. ഇവർ ക്യാമ്പസിൽ എത്തുന്നതിന് മുൻപേ ഷിഡോ ഈ സ്റ്റാഫിനെ കൊന്നതെന്ന് ഇവർക്ക് മനസ്സിലാകും. എല്ലായിടത്തും തേടി അവർക്ക് ഒറ്റ റൂള് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരും. അതായത് ഷിഡോ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതെല്ലാം ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ആപത്താണ്. ആ ഹിന്റ് ഉപയോഗിച്ച് ഇവർ 2 ആളും ബാക്കി 40 റൂൾസും കണ്ടെത്തും. മുൻപ് കണ്ടെത്തിയ 60 റൂൾസ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ഈ 40 റൂൾസ് വളരെ സാധാരണ റൂൾസാണ്. അതായത് ക്യാമ്പസിൽ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല, വെള്ളം അടിക്കാൻ പാടില്ല, ഇതുപോലെ ബേസിക് ആയിട്ടുള്ള റൂൾസാണ്. ഇതേപ്പറ്റി എത്രയും പെട്ടെന്ന് എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ച് ഇവർ 2 ആളും ബാക്കി ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരും. വന്ന പാടെ ഹയോട്ടോനെ അറിയാത്ത ബാക്കി 40 റൂൾസ് പറയും. ഇന്നേരം ഹയോട്ടോന്റെ ടീമിൽ നിന്നും ഇവരുടെ ടീമിൽ ചേർന്ന ആൾക്കാർ അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഇവരോട് പറയും. കൂട്ടത്തിൽ ഹയോട്ടോയ്ക്ക് പോലും അറിയാത്ത മറ്റൊരു കാര്യം കൂടി അവർ പറയും. അതായത് നമ്മൾ പെട്ടുപോയ ഈ ഹിപ്നോട്ടിസം അത് ഒരേ ഒരു നാൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നാളെ മോർണിംഗ് നമ്മളെല്ലാവരും മരിക്കും. ഈ ക്യാമ്പസിൽ നിന്ന് ഒരേ ഒരാൾക്ക് മാത്രമേ ജീവനോടെ ഇവിടെ വിട്ട് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ. ഇതേ നേരം അവിടേക്ക് ഹയോട്ടോ എത്തും. എല്ലാവരും ഒന്നായത് കണ്ട് ഇവന് ഭയങ്കര ദേഷ്യം തോന്നും. ഈ ക്യാമ്പസിലെ റൂൾസ് പ്രകാരം വെള്ളം അടിക്കാൻ പാടില്ല, കൂടാതെ ഒരു തരി പോലും ഡ്രിങ്ക്സ് ദേഹത്ത് ആകാനും പാടില്ല. ഹയോട്ടോ അവൻ്റെ ബോഡി ഫുള്ള് കവർ ചെയ്ത് കയ്യിൽ കരുതി വെച്ച ബോട്ടിൽ ഓപ്പൺ ചെയ്ത് എല്ലാവരുടെയും ദേഹത്തേക്ക് തെറിപ്പിക്കും. ഇതോടെ റൂൾസ് ബ്രേക്കായി. എല്ലാവരും ഹിപ്നോട്ടിസിലെ ട്രിഗറായി വ്യത്യസ്ത രീതിയിൽ ആത്മഹത്യ ചെയ്തു. ഈ ക്യാമ്പസിൽ ഡ്രിങ്ക് ചെയ്യുന്നതോ അതൊന്ന് ടച്ച് ചെയ്യാൻ കൂടി പാടില്ല. ഹീറോയിനും അവളുടെ ഫ്രണ്ട് മൈക്കിനും ഇതേപ്പറ്റി അറിയാവുന്നതുകൊണ്ട് അവർ രക്ഷപ്പെടും. അവർ മാത്രം നമ്മുടെ ഹയോട്ടോന്റെ ഈ പ്ലാനിൽ നിന്നും എസ്കേപ്പ് ആവും. അവൻ പോയതിനു ശേഷം ഇവരവിടേക്ക് വന്നു നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു കിടക്കുന്നു. നമ്മുടെ ഹയോട്ടോ അവൻ്റെ ഒപ്പം നടന്നിരുന്ന അവൻ്റെ പാർട്ട്ണറെ പോലും വെറുതെ വിട്ടിട്ടില്ല.
അവളെയും റൂൾസ് തെറ്റിച്ച് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ബാക്കിയുള്ളത് 4 പേര് മാത്രം. ഹീറോയിൻ, ഹീറോ, ഹയാട്ടോ, പിന്നെ ഹയാട്ടോൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തനും. ഇനി നമ്മൾ 4 പേരേ ഉള്ളൂ. ഞാൻ എന്താ അവൻ്റെ പ്ലാനിങ് എന്ന് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോ ഹയാട്ടോൻ്റെ അടുത്തേക്ക് ചെല്ലും. മൈക്കും ഹയാട്ടോയും ചെറുപ്പത്തിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അവർ രണ്ടാളും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു സ്പോർട്സ് കോമ്പറ്റീഷനിൽ മൈക്കിൻ്റെ മുമ്പിൽ നമ്മുടെ ഹയാട്ടോ തോൽക്കും. ഇതോടെ അവന് മൈക്കിനെ കണ്ണിൽ നേരെ കാണുന്നത് പോലും ഇഷ്ടമില്ലാതായി. എല്ലാവരോടും വെറുപ്പായി. ഇതാണ് ഇവരുടെ പാസ്റ്റ് സ്റ്റോറി. മൈക്ക് നമ്മുടെ ഹയോട്ടയെ മരട്ടാനായിട്ട് ആരംഭിക്കും. നീ എന്തിനാടാ മറ്റുള്ളവരെ മനഃപൂർവ്വം റൂൾസ് തെറ്റിപ്പിച്ച് മരണത്തിലേക്ക് നയിച്ചത്? നീ ഭയങ്കര സെൽഫിഷ് തന്നെയാണ്. ഞാൻ സെൽഫിഷ് ഒന്നുമല്ല. ഇതൊരു ഗെയിം പോലെയല്ലേ മൈക്ക്, എല്ലാവരും അതിനനുസരിച്ച് നടക്കണം. പക്ഷേ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് റൂള് ബ്രേക്കായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അല്ലാതെ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇനിയും നിനക്ക് എൻ്റെ മേൽ വിശ്വാസം അല്ലെങ്കിൽ വാ, നമുക്ക് രണ്ടാൾക്കും തണ്ണിയടിക്കാം. എനിക്ക് എൻ്റെ ജീവനെ പറ്റി പേടിയൊന്നുമില്ല. ഒരു പക്ഷേ നീ സെൽഫിഷ് ആണെങ്കിൽ അത് ഇതിൽ അറിയാൻ സാധിക്കും. അങ്ങനെ ഇവർ രണ്ടാളും കുടിക്കാൻ നോക്കുന്ന സമയം ഹയാട്ടോൻ്റെ ഫ്രണ്ട് ഓടി വന്ന് അവൻ്റെ ഫ്രണ്ട്സ് നിറയെ പേര് മരിക്കാൻ കാരണം ഹയാട്ടാണ്. അതറിയാവുന്ന കൊണ്ട് ആ ഒരു ടെൻഷനിൽ അവൻ ഹയാട്ടോൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി വാങ്ങിച്ച് ഹയാട്ടോൻ്റെ തലയിൽ ഒന്ന് കൊടുക്കും. ഇതോടെ റൂൾസ് ബ്രേക്കായി അവൻ ആ കുപ്പി എടുത്ത് സ്വയം കുത്തിമരിക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ ഹീറോ ഒരു പ്ലാൻ റെഡിയാക്കും. ഒരു കാരണത്താലും ഹയോട്ടയെ ക്യാമ്പസ് വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. എൻ്റെ കയ്യിൽ 2 ടാബ്ലറ്റ്സ് ഉണ്ട്. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം. ഞാൻ നിനക്ക് അവൻ്റെ മുൻപിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അതുപോലെ നീ സംസാരിക്കണം, ഓക്കെ? നെക്സ്റ്റ് ഡേ അതിരാവിലെ 3 പേരും ഒന്നായി ക്യാമ്പസിൻ്റെ ടോപ്പ് ഫ്ലോറിലേക്ക് പോകും. അവിടെ വെച്ച് എല്ലാവരുടെയും മുൻപിൽ മൈക്ക് ഒരു കാര്യം പറയും. എനിക്ക് ഷിഡോൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ ഈ ടാബ്ലറ്റ്സ്. ഇതേപ്പറ്റി വേറെ ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അധികം വൈകാതെ നേരം വെളുക്കും. ഒരേ ഒരാൾക്ക് മാത്രമേ ക്യാമ്പസ് വിട്ട് ജീവനോടെ പുറത്തു പോകാൻ പറ്റുള്ളൂ. ഈ ടാബ്ലറ്റ്സ് കഴിച്ചാൽ നമുക്ക് ഹിപ്നോട്ടിസത്തിൻ്റെ ട്രിഗറിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. പക്ഷേ 2 ടാബ്ലറ്റ്സ് എൻ്റെ കയ്യിലുള്ളൂ. ഉടനെ ഹീറോ മുൻപ് പഠിപ്പിച്ചു തന്ന ഡയലോഗ്സ് അടിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 പേരും ടാബ്ലറ്റ്സ് യൂസ് ചെയ്ത് നേരം വെളുക്കുന്നതിന് മുൻപ് ഇവിടുന്ന് രക്ഷപ്പെട്ടോ? ഇല്ലില്ല, നീയാണ് എൻ്റെ ഫ്രണ്ട്, ഇത് ഞാൻ നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് 2 പേരും നിൽക്കുമ്പോൾ ഹയോട്ടോ ഓടി വന്ന് മൈക്കിൻ്റെ കയ്യിൽ നിന്ന് ടാബ്ലറ്റ് തട്ടിപ്പറിച്ച് കഴിക്കും. ശേഷം എന്തോ നേടിയ ഭാവത്തിൽ അവൻ ഇവരെ നോക്കും. മൈക്ക് അന്നേരം ഒരു ചിരി ചിരിക്കും. ഇതെനിക്ക് ഷിഡോൻ്റെ ഷെൽഫിൽ നിന്ന് കിട്ടിയതൊന്നല്ല, അത് തലവേദന വരുമ്പോൾ ഞാൻ കഴിക്കാറുള്ള ടാബ്ലറ്റ്സാണ്. ഹയോട്ടോ, നിന്നെപ്പറ്റി എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ടീമായിട്ട് കളിക്കുമ്പോൾ നീ നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു പിടിക്കുമ്പോൾ നമ്മുടെ മൊത്തം ടീമും തോൽക്കും. അതിലും നിനക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല, കാരണം നിനക്ക് എപ്പോഴും നിൻ്റെ കാര്യങ്ങളാണ് വലുത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നീ നിന്നത്. നീ ഭയങ്കര സെൽഫിഷാ. ഇത് കേട്ട പാടെ ടെൻഷനായ ഹയോട്ടോ റൂള് ബ്രേക്ക് ആവുമെന്ന് പോലും ചിന്തിക്കാതെ മൈക്കിനെ അട്ടിച്ചു പറത്തും. ഇതോടെ റൂൾസ് ബ്രേക്കായി അവൻ അവിടുന്ന് താഴേക്ക് ചാടി മരിക്കും. നേരം വെളുക്കാറായി. ഹീറോയിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരേ ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നീ ഇവിടം വിട്ടു പോയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ഞാനാണെന്നും പറഞ്ഞ് അവിടെ കിടന്നിരുന്ന ഷാർപ്പായിട്ടുള്ള ഒരു സാധനം എടുത്ത് സ്വയം കുത്തി ആത്മഹത്യ ചെയ്യും. മരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കാരണമായ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്തി പോലീസിനെ ഇൻഫോം ചെയ്യണം. ഇത്രയും പറഞ്ഞ് അവൻ മരിക്കും. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ മരിച്ചുപോയ അവളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരിക്കും. കുറേ സമയത്തിന് ശേഷം സംഭവം അറിഞ്ഞ് അവിടേക്ക് പോലീസും ജനങ്ങളും എത്തി. ഇതേപ്പറ്റി അവളോട് കേൾക്കുമ്പോൾ ഇവർക്ക് പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ഷിഡോ. അയാളാണ് ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും പിറകിൽ. പക്ഷെ അയാൾ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അയാളുടെ ഡെഡ് ബോഡി ക്യാമ്പസിന് പുറകിലുണ്ടായിരിക്കും എന്നവൾ പറയും. ഇവള് പറഞ്ഞതനുസരിച്ച് അവർ ക്യാമ്പസിന് പുറകിലും എല്ലാ സൈഡിലും പോയി നോക്കും. എന്നാൽ അവിടെയൊന്നും അയാളുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നീ പറയുന്ന പോലെ അവിടെ അങ്ങനെ ഒരാളുടെ ഡെഡ് ബോഡി ഇല്ല. ഈ ക്യാമ്പസിലെ സ്റ്റാഫിൻ്റെ നെയിം ലിസ്റ്റിലും ഷിഡോ എന്ന ഒരാളുടെ പേരില്ല. മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കേസ് തലങ്ങും വിലങ്ങും അവർ അന്വേഷിച്ചു. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. അവസാനം കേസ് ക്ലോസ് ചെയ്യും. എന്നാൽ ഹീറോയിൻ ഇതേപ്പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. 1, ഇതൊരു സാധാരണ വിഷയമല്ല, ഒത്തിരി ആളുകളുടെ ജീവൻ എടുത്തൊരു കാര്യമാണ്. 2, മരിച്ച ഷിഡോന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. സോ ഇത് ഇനിയും ആവർത്തിക്കാം. അതുകൊണ്ട് അവൾ വീണ്ടും ഇതേപ്പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ 5 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ എന്തൊരു ആചാരം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നേരം ഹീറോയിൻ അവിടെ വന്ന് ഒരു തരി പോലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ കെട്ടിയിടും. 5 വർഷം വേണ്ടി വന്നു നിന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ. നിന്നെയും നിന്റെ കൾട്ട് ടീമിനെയും പോലീസിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല.
നിനക്കുള്ള ശിക്ഷ ഞാൻ തരാമെന്ന് പറഞ്ഞ് അവൻ റെഡിയാക്കി വെച്ച വീഡിയോ ഫുട്ടേജ് അവന് തന്നെ കാണിച്ചു കൊടുക്കും. അത് നോക്കാൻ ആരംഭിച്ചാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. അതുപോലെ ഈ ഹിപ്നോട്ടിസം ഒരു ദിവസം മാത്രമേ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ. ഇവനെ സംബന്ധിച്ച് ഇവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവനെ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ അവസാനം ഹിപ്നോട്ടിസം ട്രിഗറായി അവൻ മരിക്കും. ഹീറോയിൻ ഹീറോയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ച സന്തോഷത്തിൽ അവിടുന്ന് പോകും. ഇതോടെ ഈ സിനിമ അവസാനിക്കും. ബായ്.